Hello, welcome back to our class. Here we are going to study the new chapter Tolstoy Farm. Actually, this Tolstoy Farm is a venture started by, it's a community of Indians started by Gandhiji in Transvaal, South Africa in 1910. And it became the headquarters of the campaign of Satyagraha, that is non-violence by Gandhiji. All of you know what is non-violence. The farm, 21 miles away from Johannesburg, had been bought by Helen Kallenbach, one of Gandhiji's supporters. So, with the help of that person, that great person, Gandhiji could start this kind of venture there. And both Kallenbach and Gandhiji were highly impressed by Tolstoy's writings. They were actually admirers of Tolstoy's writing, and so they gave this name Tolstoy Farm um, in respect of Leo Tolstoy. The inmates of the farm were schooled by Gandhiji himself, because Gandhiji considered himself as the father of all who were there. He was highly responsible for their education, their development, everything. And one thing is that, as everybody knows, Gandhiji considered education as the all round development of human beings. It is not the literary education. നമ്മൾ എഴുത്തും വായനയും പഠിക്കുക എന്ന് മാത്രമല്ല എഡ്യൂക്കേഷൻ കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ എന്നത് ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ശാരീരികമായും മാനസികമായും നമ്മുടെ മൊറാലിറ്റിയിലും നമ്മുടെ വിദ്യാഭ്യാസ നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന എഡ്യൂക്കേഷൻ ആ രീതിയിലും അങ്ങനെ ഏത് വേണ്ട ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട എല്ലാവിധ ഡെവലപ്മെൻറ്റും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാകണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. നമുക്കറിയാം ഇന്ന് കാണുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളൊക്കെ ഉണ്ട്. ആ ഒരു വൊക്കേഷണൽ വിദ്യാഭ്യാസം എന്നത് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ഗാന്ധിജിയായിരുന്നു. അദ്ദേഹം വിഭാവനം ചെയ്ത ഒരു എഡ്യൂക്കേഷനാണ് വൊക്കേഷണൽ ട്രെയിനിങ് ഷുഡ് ബി ഗിവൻ ടു ദ ചിൽഡ്രൻ along with literary training and moral training also. So in this chapter we will be studying about all these things. So this video describe you the question answers of this Tolstoy farm. The first question that comes in this chapter is, who were the inmates of the Tolstoy farm? ആരൊക്കെയായിരുന്നു ടോൾസ്റ്റോയ് ഫാമിലെ താമസക്കാർ? അവിടെ താമസിച്ചിരുന്ന ഇൻഹാബിറ്റൻസ് ആരൊക്കെയായിരുന്നു? The inmates of the Tolstoy farm were Indians who belonged to different communities. വിവിധ കമ്മ്യൂണിറ്റിയിലെ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അതിൽ ഹിന്ദുസ് ഉണ്ടായിരുന്നു, മുസ്ലിംസ് ഉണ്ടായിരുന്നു, പാസി, ക്രിസ്ത്യൻസ്, ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് were there along with their parents. ഈ ഇത്രയും അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, why couldn't Gandhiji appoint special teachers for Indian students? ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇന്ത്യൻ ടീച്ചറെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ ഗാന്ധിജിക്ക് കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? Gandhiji couldn't appoint special teachers for Indian students because qualified Indian teachers were scarce, and even when available, none would be ready to go to a place 21 miles distant from Johannesburg on a small salary. ഗാന്ധിജിക്ക് അങ്ങനെ ഒരു ഇന്ത്യൻ ടീച്ചറെ വെക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം എന്താണ്? ക്വാളിഫൈഡ് ടീച്ചേഴ്സ് അവിടെ കുറവായിരുന്നു, ഇന്ത്യൻ ടീച്ചേഴ്സ് സൗത്ത് ആഫ്രിക്കയിൽ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആരും തന്നെ ഇത്രയും ദൂരെ പോയൊരു ചെറിയ സാലറിയിൽ അവിടെ സേവനമനുഷ്ഠിക്കാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല എന്നതുമാണ്. ഒന്നാമതായി അവിടെ ക്വാളിഫൈഡ് ടീച്ചേഴ്സിൻ്റെ അഭാവമായിരുന്നു. രണ്ടാമതായി അദ്ദേഹം പറയുന്നത്, അഥവാ ജോഹാനസ്ബർഗിൽ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവരാരും ഇത്രയും 21 മൈൽസ് ദൂരെ ട്രാവൽ ചെയ്തിട്ട് പോയി ഇത്രയും കുറഞ്ഞൊരു സാലറിക്ക് പഠിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല എന്നതാണ്. ഗാന്ധിജിക്ക് കൂടുതൽ എഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. വലിയൊരു തുക സാലറി കൊടുത്ത് ടീച്ചേഴ്സിനെ വെക്കാനൊന്നും ആ ഒരു ചെറിയ ഫാമിന് സാധിക്കുമായിരുന്നില്ല. ഓക്കെ, ഹിയർ കംസ് ദ തേർഡ് ക്വസ്റ്റ്യൻ. What did Gandhiji regard as the proper foundation for the education of children? ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കണം അടിസ്ഥാനപരമായി വേണ്ടത്? പ്രോപ്പർ ഫൗണ്ടേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ പ്രോപ്പർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആൻസർ, ഗാന്ധിജി റിഗാർഡഡ് ക്യാരക്ടർ ബിൽഡിംഗ് ആസ് ദ പ്രോപ്പർ ഫൗണ്ടേഷൻ ഫോർ എഡ്യൂക്കേഷൻ. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് ക്യാരക്ടർ ബിൽഡിംഗ് ആണ്. നമ്മുടെ വ്യക്തിത്വ വികാസമാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, നമ്മുടെ സ്വഭാവ രൂപവത്കരണം.
ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൂ അസിസ്റ്റഡ് ഗാന്ധിജി ഇൻ ലിറ്റററി ട്രെയിനിങ്? ലിറ്റററി ട്രെയിനിങ്ങിനായിട്ട്, അതായത് കുട്ടികളെ എഴുത്ത് പഠിപ്പിക്കാനും ഭാഷ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ആരാണ് ഗാന്ധിജിയെ സഹായിച്ചിരുന്നത്? ആൻസർ, മിസ്റ്റർ കാലൻബാച്ച് ആൻഡ് സർജൻ പ്രാഗ്ജി ദേശായി അസിസ്റ്റഡ് ഗാന്ധിജി ഇൻ ലിറ്റററി ട്രെയിനിങ്. കാലൻബാഗ് ആൻഡ് സർജൻ പ്രാഗ്ജി ദേശായി, ഇവർ രണ്ടുപേരുമാണ് ഗാന്ധിജിയെ ലിറ്റററി ട്രെയിനിങ്ങിനായിട്ട് സഹായിച്ചിരുന്നത്, കുട്ടികളെ ഭാഷ പഠിപ്പിക്കുന്നതിനായിട്ടും ലാംഗ്വേജ് ട്രെയിനിങ്ങിനായിട്ടും സഹായിച്ചിരുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ട്രെയിനിങ് വാസ് ഗിവൻ ടു ചിൽഡ്രൻ ഓഫ് ഓൾ ഏജസ് ഇൻ ദ ഫാം? അവിടെ ഉണ്ടായിരുന്ന കുട്ടികളിൽ എല്ലാ ഏജിലും പെട്ട് എല്ലാ പ്രായത്തിലും ഉള്ളവർക്കായിട്ട് എന്ത് ട്രെയിനിങ് ആണ് അവിടെ കൊടുത്തിരുന്നത്? നമുക്കറിയാം, ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണ്. അതിൽ മോറൽ ഡെവലപ്മെൻറ്റ് വരും, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് വരും, ലിറ്റററി ഡെവലപ്മെൻറ്റ് വരും, അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഡെവലപ്മെൻറ്റും, അവർ ഏത് മതത്തിലാണോ ഉൾക്കൊള്ളുന്നത് അതിനുള്ള ട്രെയിനിങ്, അങ്ങനെ ഒരുപാട് വിധത്തിലുള്ള ട്രെയിനിങ് ഉദ്ദേശിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എന്നത്. സോ ദ ചിൽഡ്രൻ ഓഫ് ടോൾസ്റ്റോയ് ഫോം വർ ഗിവൻ മൊറാലിറ്റി ട്രെയിനിങ് ആസ് വെൽ ആസ് ലിറ്റററി ട്രെയിനിങ്. അവിടെയുള്ള കുട്ടികൾക്ക് മോറൽ ട്രെയിനിങ് കൊടുത്തിരുന്നു, നമ്മുടെ ഭാഷാ വികസനത്തിനൊപ്പം തന്നെ മൊറാലിറ്റി ട്രെയിനിങ്ങും കൊടുത്തിരുന്നു. സിക്സ് ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്സ് ഇൻ ദ ടോൾസ്റ്റോയ് ഫോം? അവിടെ എന്തൊക്കെ തരത്തിലുള്ള ജോലികളാണ് കുട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള തൊഴിലുകളിലാണ് ആളുകൾ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്? ആൻസർ, ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്സ് ഇൻ ദ ടോൾസ്റ്റോയ് ഫാം ഇൻക്ലൂഡഡ് കുക്കിംഗ്, ഗാർഡനിങ്, digging pits, felling timber and lifting logs. So all these works were done by the children itself. No servants were there, no helpers were there. അവിടെ ഉണ്ടായിരുന്ന താമസിക്കുന്ന ആളുകളാണ് അവിടെയുള്ള ജോലി മുഴുവനും എടുത്തിരുന്നത്. ആ ഫാമിലെ ജോലികളെല്ലാം ചെയ്തിരുന്നത് അവിടെയുള്ള ഇൻമേറ്റ്സ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഇൻഹാബിറ്റൻസ് തന്നെയായിരുന്നു. പുറമേ നിന്ന് പണം മുടക്കി ആരെയും അവിടെ സെർവൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഹെൽപ്പേഴ്സ് ആയിട്ടോ വെച്ചിരുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് അവരെ കുക്കിങ്ങിൽ പ്രാവീണ്യം നേടിയിരുന്നു, അവരെ ഭക്ഷണം ഉണ്ടാക്കാൻ അവർക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും കൊടുക്കേണ്ടിയിരുന്നില്ല. ബിക്കോസ് ദാറ്റ് വാസ് പാർട്ട് ഓഫ് ദിയർ ലൈഫ് സ്റ്റൈൽ ഇറ്റ് സെൽഫ്. ഗാർഡനിങ്, ദേ വർ ഡൂയിങ് ഗാർഡനിങ്. ഡിഗിങ് പിറ്റ്സ്, അവർക്ക് ഗാർഡനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴികൾ എടുക്കണം അല്ലേ, വിറക് വെട്ടേണ്ടി വരും, അവർ ഈ തടിക്കഷ്ണങ്ങളെല്ലാം ശേഖരിച്ച് കൊണ്ടുവരേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരുവിധം എല്ലാ പണികളും അവിടെയുള്ള കുട്ടികൾ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം എന്തിനാണ് സഹായിച്ചത്? ആക്ച്വലി ഇറ്റ് ഹെൽപ്പ് ദം ടു മെയിൻറ്റെയിൻ എ ഗുഡ് ഫിസിക്. അവരുടെ ശാരീരിക വികാസത്തിനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നു. ആൻഡ് സെവൻത് ക്വസ്റ്റ്യൻ, വൈ വാസ് ഇൽനെസ് കിയേഴ്സ് ഓൺ ദ ഫാം? ആ ഫാമിൽ അങ്ങനെ അസുഖങ്ങളൊന്നും ആർക്കും വരാറുണ്ടായിരുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? ആൻസർ, ദ ഇൻമേറ്റ്സ് ഓഫ് ടോൾസ്റ്റോയ് ഫാം യൂസ് ടു ഡു ഓൾ ദ വർക്ക്സ് ഓഫ് ദ ഫാം ദെംസെൽസ്. അവിടെ ഉണ്ടായിരുന്ന താമസക്കാരെല്ലാം എല്ലാ ജോലിയും അവർ സ്വയം ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ദിസ് ഹെൽപ്പ് ദം ടു ബിൽഡ് അപ്പ് എ ഗുഡ് ഫിസിക്. ഇത് അവരെ എന്തിനായി സഹായിച്ചു? ഒരു നല്ല ശാരീരികം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ശരീരം നല്ല ഫിസിക്കൽ, അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനായിട്ട് വളരെയധികം സഹായിച്ചു. ഗുഡ് എയർ ആൻഡ് വാട്ടർ ആൻഡ് റെഗുലർ hours of food were also the reasons for the healthy life in Tolstoy farm. ഇതുകൂടാതെ വേറെയും കാരണങ്ങളുണ്ടായിരുന്നു. ആ ഒരു ഫാമിലെ പൊല്യൂഷൻ വളരെ കുറവായിരുന്നു. അപ്പം നല്ല എയറും നല്ല ശുദ്ധവായുവും ശുദ്ധവെള്ളവും ഉണ്ടായിരുന്നു. പിന്നെ കറക്റ്റ് ടൈമിൽ അവർ ഫുഡ് കഴിക്കുമായിരുന്നു. ഗുഡ് റെഗുലർ hours of food, കറക്റ്റ് സമയത്തുള്ള ഭക്ഷണം, അതൊക്കെ മറ്റുള്ള റീസൺസായി നമുക്ക് പറയാവുന്നതാണ്. അവരൊന്നും അധികമാരും രോഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനുള്ള റീസൺസായിട്ട് നമുക്കതൊക്കെ പറയാവുന്നതാണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഗാന്ധിജി ഇൻട്രൊഡ്യൂസ് വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ ടോൾസ്റ്റോയ് ഫാം? ഗാന്ധിജി എങ്ങനെയാണ് വൊക്കേഷണൽ ട്രെയിനിങ്, അതായത് തൊഴിലധിഷ്ഠിതമായൊരു വിദ്യാഭ്യാസം എങ്ങനെയാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? Answer, Mr. Kallenbach went to the Trappist monastery and learned the art of shoemaking. അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന കാലൻബാച്ച് അദ്ദേഹം ഒരു മൊനാസ്ട്രിയിൽ പോയിട്ട് ഷൂ മേക്കിങ്ങിലുള്ള ട്രെയിനിങ് നേടിയിരുന്നു. ആൻഡ് ഗാന്ധിജി ലേൺ ഇറ്റ് ഫ്രം ഹിം. ഗാന്ധിജി അദ്ദേഹത്തിൽ നിന്നും ഇത് പഠിക്കുകയാണ് ഉണ്ടായത്. ആൻഡ് ടോട്ട് ദ ആർട്ട് ടു ദ ഇൻട്രസ്റ്റഡ് പീപ്പിൾ. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളിൽ ആർക്കാണോ അതിൽ താല്പര്യമുള്ളത് അവരെ അത് എല്ലാവരും ചേർന്ന് പഠിപ്പിക്കുകയായിരുന്നു. And Mr. Kallenbach and another inmate had some experience of carpentry, so they started a small class in carpentry also. കാലൻബാച്ചിനും വേറെ ഉണ്ടായിരുന്ന ഒരാളും ഈ ആശാരിപ്പണിയിൽ അവർക്ക് നല്ല
നൈപുണ്യമുണ്ടായിരുന്നു. അപ്പോൾ അവർ മറ്റുള്ളവരെ അത് പഠിപ്പിക്കാൻ തുടങ്ങി. ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ദി യങ്സ്റ്റേഴ്സ് ന്യൂ കുക്കിംഗ് ആസ് വെൽ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പേർക്കും എന്തറിയാമായിരുന്നു? കുക്കിംഗ് അറിയാമായിരുന്നു. അങ്ങനെ വിവിധ രീതിയിലുള്ള തൊഴിലുകളിൽ അവിടെയുള്ള ആളുകൾ നൈപുണ്യം നേടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ലേണിംഗ് എ ചിയർഫുൾ എക്സ്പീരിയൻസ് ഫോർ ചിൽഡ്രൻ ഇൻ ദ ഫാം? എന്തുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾ എൻജോയ് ചെയ്ത് പഠിച്ചത്? നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്താണ് പഠിത്തം എന്ന് പറയുന്ന കുട്ടികൾക്കൊരു ബേർഡൻ ആയിട്ടാണ് അധികം തോന്നുന്നത് അല്ലേ? അവർക്കതൊരു എൻജോയ്മെൻ്റ് ആവുന്നില്ല. കാരണം എന്താണ്? അവർ റോട്ട് ലേണിങ്ങിലാണ് ഏർപ്പെടുന്നത്. അവരൊന്നും മനസ്സിലാക്കി പഠിക്കുന്ന, അല്ലെങ്കിൽ ജസ്റ്റ് മഗിങ് അപ്പ് വാട്ട് ദേ ഹാവ് ടോൾഡ് ടു ഡു, അങ്ങനെയുണ്ടെന്ന്. പക്ഷെ ഇവിടെ എന്തായിരുന്നു? നേരെ മറിച്ച് ടീച്ചേഴ്സ് ഫുള്ളി ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു ടീച്ചേഴ്സിൻ്റെ. അവർ കുട്ടികൾ ആരും ടീച്ചേഴ്സ് ചെയ്യാത്തതൊന്നും കുട്ടികൾ ചെയ്തിരുന്നില്ല. കാരണം എന്ത് ആക്ടിവിറ്റി കൊടുക്കുന്നതോ അത് ടീച്ചേഴ്സ് അവരുടെ കൂടെ ചെയ്യുമായിരുന്നു. അറ്റ്ലീസ്റ്റ് വൺ ടീച്ചർ വാസ് ദ ഓൾവേസ് വിത്ത് ദം. അവരുടെ കൂടെ ഒരാളെങ്കിലും, അവരെ പഠിപ്പിക്കുന്ന ആളുകളിൽ ഒരാളെങ്കിലും അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അഥവാ അവർ കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഗാർഡനിങ് ആണെങ്കിൽ അവർ, ലിറ്റററി ആക്ടിവിറ്റീസിലാണെങ്കിൽ അവരെ സഹായിക്കാൻ ആളുണ്ട്, അല്ലെങ്കിൽ അവർ വേറെ എന്ത് പണിയാകട്ടെ, കാർപ്പൻട്രി ആകട്ടെ, എന്ത് പണി ചെയ്താലും, ഷൂ മേക്കിംഗ് ആയാലും അവരുടെ കൂടെ ടീച്ചേഴ്സും ഉൾപ്പെടുമായിരുന്നു. അപ്പോൾ അവരെന്താണ്, എല്ലാവരും ചേർന്ന് ഒത്തുചേർന്നത് എൻജോയിങ് ആക്ടിവിറ്റി അല്ലെ? നമ്മളൊരു ടൂറ് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്യാമ്പ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം എന്താണ്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും നമ്മുടെ കൂടെ, നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും കൂടെ അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒത്തുചേർന്ന് ചെയ്യുന്നൊരു ആക്ടിവിറ്റി ആകുമ്പോൾ വി റിയലി എൻജോയ് ദറ്റ് ആക്ടിവിറ്റി ആൻഡ് വി നെവർ ഫോർഗെറ്റ് ദാറ്റ് ഓൾസോ. അങ്ങനെയുള്ളൊരു അനുഭവമായിരുന്നു ഇവിടെയുള്ളവർക്കും. അവർ വളരെ എൻജോയ് ചെയ്ത്, അവരും അവരുടെ ഫ്രണ്ട്സും അവരുടെ ടീച്ചേഴ്സും എല്ലാവരും എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവർ ഒരു ചിയർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്ക്. ലേണിംഗ് എന്നത് അവർക്ക് ഒരു ബേർഡൻ ആയിരുന്നില്ല ഒരിക്കലും. ദാറ്റ് വാസ് ആക്ച്വലി എ ചിയർഫുൾ എക്സ്പീരിയൻസ് ഫോർ ദം. സോ വാട്ട് ഇസ് ദ ആൻസർ? The rule in Tolstoy form was such that when the children were asked to do any work, ടോൾസ്റ്റോയ് ഫാമിലെ നിയമം എന്തായിരുന്നു? വെനെവർ ദ ചിൽഡ്രൻ ആസ്ക്ഡ് ടു ഡു എനി വർക്ക്, കുട്ടികളോട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറയുകയാണെങ്കിൽ ദർ വാസ് ഓൾവേസ് എ ടീച്ചർ കോഓപ്പറേറ്റിംഗ്. ഒരു ടീച്ചർ അവരെ സഹായിക്കാൻ, അവരുടെ കൂടെ സഹകരിച്ച് വർത്തിക്കാൻ ഒരു ടീച്ചർ എപ്പോഴും ഉണ്ടായിരുന്നു. ആൻഡ് ആക്ച്വലി വർക്കിംഗ് വിത്ത് ദം. ഓക്കെ, ഹെൻസ് വാട്ട് എവർ ദ യങ്സ്റ്റേഴ്സ് ദേ ലേൺ ചിയർഫുള്ളി. അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്ത് തന്നെ പഠിക്കുന്നുവോ അവരത് സന്തോഷപൂർവ്വം പഠിച്ചിരുന്നു. ബിക്കോസ് ദേ വർ അസിസ്റ്റഡ് ബൈ ദിയർ ടീച്ചേഴ്സ്. Okay, so this is all about the questions in this chapter. These questions and answers are very simple, nothing very or difficult is there to learn. I hope everybody knew the answer, everybody understood the answer. If any difficulty you feel or any doubt is there, you can comment in the comment section. And thank you for watching this video, and thank you for listening. Have a nice day.